ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ പച്ചമുളക് വെച്ചുള്ള ഒരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആന്ധ്ര സ്റ്റൈൽ സ്പൈസി ചില്ലി ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്താ പറയുക, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ചിക്കൻ കറിയാണ്. ഇപ്പം തണുപ്പ് സമയവും കൂടെയാണല്ലോ, ആ തണുപ്പ് സീസണിൽ പറ്റിയ ഒരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ചിക്കന് വേണ്ടി ഒരു മസാല തയ്യാറാക്കാം. അതിന് വേണ്ടി ഒരു മിക്സി ജാർ എടുക്കുക. അതിലേക്ക് ഒരു പിടി മല്ലിയില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ചതുണ്ടെങ്കിൽ അതായാലും മതി. ഇപ്പം നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇതിന് മെയിനായിട്ട് വേണ്ടത് പച്ചമുളകാണ്. അപ്പം ഞാൻ ഇവിടെ ഒരു 12 മുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല എരിവുള്ളതാണ്. അപ്പോൾ എരിവിന് അനുസരിച്ച് എടുക്കുക. ഭയങ്കര എരിവായ നമുക്ക് കഴിക്കാൻ പറ്റില്ല. ഇവിടുത്തെ ആന്ധ്രയുടെ ചില്ലി ചിക്കൻ എന്ന് വെച്ചാൽ നമുക്ക് കഴിക്കാനേ പറ്റില്ല, അത്രയ്ക്ക് എരിവാണ്. പക്ഷേ ഭയങ്കര നല്ല ഒരു അടിപൊളി ടേസ്റ്റും കൂടെയാണ്. ക്രഷ് ചെയ്തെടുക്കാം, ഫുള്ളങ്ങ് അരഞ്ഞു പോകണ്ട കേട്ടോ. അപ്പം അരച്ചിട്ട് വരാം. ഫസ്റ്റ് ഒരു സ്പൂണ് ഗീ ഇട്ട് കൊടുക്കാം. കുറച്ച് ഓയിലും കൂടെ ആഡ് ചെയ്യാം. ഓയിൽ ചൂടായിട്ടുണ്ട്. നമ്മൾ പച്ചമുളക് ക്രഷ് ചെയ്ത് വെച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. ഈ പച്ചമുളക് എണ്ണയിലിട്ട് ഇങ്ങനെ വാട്ടിയെടുക്കുമ്പോൾ ഉണ്ടല്ലോ നല്ലൊരു മണമാണ് വരുന്നത്. അല്ല, ലോ ഫ്ലെയിമിലേക്ക് ഓണിയൻ ഇട്ട് കൊടുക്കാം. ഒരു 2 ഓണിയനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സ്ലൈസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഓണിയൻ നല്ല വാടി വരട്ടെ, ഗോൾഡൻ കളറൊന്നും ആവണ്ട. ലൈറ്റായിട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. എല്ലാം ഇട്ട് ഈക്വലായിട്ട് എൻ്റെ മസാല പിടിക്കട്ടെ. ഈ സമയം നമുക്ക് ഫ്ലെയിം ഹൈയിൽ വെച്ച് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. കൂടുതൽ വേണ്ട കേട്ടോ. ഇനി നമുക്ക് വാട്ടർ ഒഴിച്ചു കൊടുക്കാം. അപ്പം ഒരു 1/2 കപ്പ് വാട്ടർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ചിക്കന് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ച് സ്ലോ കുക്കിംഗ് ചെയ്യാം. സ്ലോ കുക്കിംഗ് ചെയ്യുമ്പോഴാണ് നല്ല ചിക്കൻ നല്ല ടേസ്റ്റി ആയിട്ടും ജ്യൂസി ആയിട്ടും ഇരിക്കുന്നത്. കുക്കാവട്ടെ, നമുക്ക് ഇങ്ങനെ അടച്ചു കൊടുക്കാം. ഇടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ. ഓപ്പൺ ചെയ്യാം. എണ്ണയൊക്കെ നല്ല തെളിഞ്ഞ് വന്നിട്ടുണ്ട് സൈഡിലെല്ലാം. ഇപ്പോൾ ഒരു 80% കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ലെമൺ ജ്യൂസ് വിധി. നല്ല എരിവുള്ള എന്നാൽ നല്ല ടേസ്റ്റും ഉള്ള ഒരു അടിപൊളി ചിക്കനാണ്. ഉണ്ടാക്കി നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇപ്പം തണുപ്പ് സീസണിൽ ഇത് നല്ലതാണ്. നല്ല എരിവല്ലേ, അതൊരു വേസ്റ്റാണ്. കാരണം ഇതിന് മസാലയൊന്നും വേണ്ട കേട്ടോ. ഉപ്പുണ്ടാ നോക്കാം. നല്ല എരിവ, നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ. അടച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ എല്ലാം കുക്കായിട്ടുണ്ട്. നമുക്ക് ഡാർക്ക് സോയ സോസ് ഒരു സ്പൂണ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. നല്ല എന്താ പറയല്ലേ, നല്ല എരിവുള്ള ചിക്കനാണ്. ഉണ്ടാക്കി നോക്കുക, അടിപൊളി ചിക്കനാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു അടിപൊളി ചിക്കനാണ്. അപ്പോൾ നമ്മുടെ സ്പൈസി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കഴിച്ച് നോക്കാം. നല്ല ചൂടുണ്ട്. എപ്പോഴും നമ്മളിത് ചൂടോടെ തന്നെ കഴിക്കുന്നത്. നല്ല എരിവുള്ളൊരു സൂപ്പർ എന്താ പറയുക നമ്മുടെ ചില്ലി ചിക്കനാണ്. ഉണ്ടാക്കി നോക്കുക കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവുന്നതാണ്. നല്ല എരിവാണ്. എന്താ പറയുക, അടിപൊളി. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റാം.